അത്യാവശ്യം കേക്കിൻ്റെ ഓർഡറൊക്കെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ആ ഓർഡറൊക്കെ തന്നു കഴിയുമ്പോൾ മേടിക്കാൻ വേണ്ടി എല്ലാവരും പാർട്ടിയുടെ തൊട്ട് മുമ്പാണ് വരിക, ആ ടൈമിന് തൊട്ട് മുമ്പാണ് വരിക. അപ്പോൾ എങ്ങനെയും ഒരു 6:30 7 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അവർ വരിക. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമ്മൾ ആസ് എ മലയാളി നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ വന്നു കഴിയുമ്പോൾ അവരെന്നോട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ എങ്ങനെയാണ് വിളക്ക് ഇങ്ങനത്തെ വിളക്കൊന്നും അവർ കണ്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം യൂസ് ചെയ്യുന്നുമില്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കും എങ്ങനെയാണ് വിളക്ക് കഴുകുക, ഇങ്ങനെ ഗോൾഡൻ കളറിൽ എങ്ങനെയാണ് ഇരിക്കുക, എന്താണ് ഇത്ര ഇങ്ങനെ പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുകയെന്ന്. ഞാൻ അത്ര പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ല, എന്നാലും ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അവരോടുള്ള റെസ്പെക്റ്റാണ് നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. നമ്മൾ വീട് വലിച്ച് വരി ഇട്ടാൽ നമ്മൾ ആ വരുന്നവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാത്ത പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെറും പുളിയും നമ്മുടെ നാടൻ പിഴുപുളിയും ഉപ്പും പീതാംബരിയുടെ പൗഡറുമാണ് കേട്ടോ. പീതാംബരി ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് എടുത്താൽ മതി, അതല്ലെങ്കിൽ ഹാർപ്പിക്കൊക്കെ ഇട്ട് കഴുകുന്നവരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മോശമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കും ആദ്യം തോന്നിയിരുന്നേ. കാരണം ഈ ചിക്കൻ മസാലയിൽ ചിക്കൻ ഇല്ല എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അറിയാമായിരുന്നിട്ടും അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാത്തവരുള്ള നാടാണ് നമ്മുടേത്. അതേപോലെ ഹാർപ്പിക്കും പീതാംബരിയും എല്ലാം ഓരോ കെമിക്കലാണെന്ന് മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഹാർപ്പിക്കിൽ ടോയ്ലറ്റിന്റെ പടവും പീതാംബരിയിൽ പൂജാസാധനങ്ങളുടെ പടവും ഉള്ളത് കൊണ്ട് അതിന് മാത്രമേ യൂസ് ചെയ്യാവൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം. എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെ ചിന്തകൾ വ്യത്യാസമല്ലേ. അപ്പോൾ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഏറ്റവും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നമ്മളൊന്ന് പുളി തേച്ച് 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് അത് നല്ല പളപളാ തിളങ്ങാൻ തുടങ്ങി. അപ്പം നമുക്ക് അധികം മെനക്കെടണ്ട. ആ പീതാംബരി ആകുമ്പോൾ നമ്മുടെ കൈ പുകയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചാൽ മതി കേട്ടോ. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടികപ്പൊടി കൊണ്ടൊക്കെ ഉരച്ചാൽ നല്ല തിളക്കം കിട്ടും. പക്ഷേ അറ്റ് ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന പോലെ ഒരിക്കലും ഇരിക്കില്ല. കാരണം ഇതിലെല്ലാം നമ്മൾ ഉരയ്ക്കുന്നതിനനുസരിച്ച് സ്ക്രാച്ച് വീഴുമല്ലോ. അതുകൊണ്ടാണ് അതങ്ങനെ ഷൈൻ ആയത്. ലോജിക്ക് എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് നമ്മളുടെ വീട് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. അതുപോലെ എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് അയ്യേ ഈ വിളക്കെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കരി പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി കഴിയുമ്പം അതിലേക്ക് ഈച്ചയും പ്രാണിയും ഒക്കെ വന്ന് വീഴില്ലേ, അതൊരു അരോചകമായി തോന്നുന്നതുകൊണ്ട് ഞാൻ എല്ലാ ചൊവ്വയും വെള്ളിയും വൃത്തിയാക്കും കേട്ടോ. ഒരു അത്യാവശ്യം ബേസിക് വൃത്തി എന്നുള്ള രീതിയിൽ മാത്രം, അല്ലാതെ പുതിയതുപോലെ ഇരിക്കുന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എത്രയായാലും പഴയ വിളക്ക് പഴയത് തന്നെയല്ലേ. അപ്പോൾ വിളക്ക് കത്തിക്കുന്നതും എന്തിനാണ് ഇങ്ങനെ തിരിയിടുന്നതെന്നും ഒക്കെ ഞാൻ നേരത്തെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊടിവിളക്കിൽ എണ്ണ ഒഴിക്കാറില്ല, തിരി എണ്ണയിൽ നനച്ചിടാറേ ഉള്ളൂ. അങ്ങനെ വിളക്ക് കൊളുത്തുന്ന പരിപാടിയൊക്കെ ചമ്പൂട്ടേണ്ടതാണ്, നമ്മൾ ക്ലീനാക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് എന്നാലും ഞാൻ പീരീഡ്സിൻ്റെ സമയത്ത് വിളക്ക് കൊളുത്താറില്ല. അതും ഒരു കോൺട്രവേഴ്സിയാണ്. കാരണം പീരീഡ്സിൻ്റെ സമയത്ത് വിളക്ക് കൊളുത്തുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും വരുന്നത് ഒരുപോലെയൊക്കെ തന്നെയാണ്. പീരീഡ്സിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നോ വിളക്ക് കൊളുത്താൻ പാടില്ലെന്നോ ഒന്നുമില്ല. കാരണം അതൊക്കെ ചെയ്തിട്ടും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്